അതിൽ പാലോട് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അതിൽ JP നദ്ദയുമായ ഒരു ചർച്ച കേന്ദ്രം CJP കേൾക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ JP നദ്ദയുടെ വസതിയിലേക്കില്ല എന്നത് വ്യക്തമാക്കുകയാണ്. ഇനി ജന്തർ മന്ദറിൽ കഴിയില്ല എങ്കിൽ മറ്റൊരു നിഷ്പക്ഷ വേദിയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി എത്താം എന്നുള്ളതാണ്. പക്ഷെ മന്ദിരത്തിലേക്കില്ല എന്നതും CJP വ്യക്തമാക്കുന്നു. അങ്ങനെ തന്നെയാണ്. കാരണം നേരത്തെ ഒരു ചർച്ച നടന്നിരുന്നതാണ്. 4 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് JP നദ്ദയെ കാണാൻ കഴിഞ്ഞത് എന്നതാണ് കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് പോയ CJPയുടെ വക്താക്കൾ സൗരവ് ദാസും അശുതോഷ് റാങ്കയും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ചർച്ച ഉണ്ടെങ്കിൽ അത് നദ്ദയുടെ വസതിയിലായിരിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് രാവിലെ CJPയുമായി നദ്ദയുടെ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെടുകയും ചർച്ചയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ചർച്ചയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ജന്തർ മന്ദറിലെ ഇനി ചർച്ചയുള്ളൂ എന്നതാണ് CJP വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി അഥവാ ജന്തർ മന്ദർ അല്ലെങ്കിൽ അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് ചർച്ച മാറ്റണം എന്നുള്ളതാണ്. പ്രധാനമായും ഒരാവശ്യം കൂടി ഇപ്പോൾ CJP മുന്നിൽ വെക്കുന്നു. അത് ഇതുവരെ 6 FIRകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദില്ലി പോലീസ്. 100 കണക്കിന് പ്രവർത്തകർ പ്രതിയാണ്. ആ FIRകൾ കൂടി ഇല്ലാതാക്കണം, കോഷ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ്, റദ്ദാക്കണമെന്നുള്ള ആവശ്യമാണ് CJP ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന അത് ജന്തർ മന്ദറിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്താണ്. ഇവിടെയൊക്കെ ഈ വിധത്തിൽ ഭക്ഷണവും വെള്ളവും ഒക്കെ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതല്ല സാധാരണഗതിയിൽ വില കൂടിയ ഭക്ഷണങ്ങളാണ് ഇവിടേക്ക് സൊമാറ്റോയും സ്വിഗ്ഗിയും വഴിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വിദേശത്തൊക്കെയുള്ള ആളുകൾ പല ദേശങ്ങളിലിരുന്ന് ആളുകൾ ഈ പ്രവർത്തകർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഏതായാലും സമരം അതിശക്തമായി തന്നെ തുടരുന്നു. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. തൊട്ട് മുൻപത്തെ ദിവസം ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നിനി ചർച്ച നടക്കുമോ എന്നറിയില്ല. പക്ഷേ ചർച്ച നടത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അമിത്ഷായുടെ വസതിയിൽ BJP അധ്യക്ഷൻ നിതിൻ നബീൻ, JP നദ്ദ, ഒപ്പം ജിതേന്ദ്ര സിംഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട നിർണായകമായ യോഗം അമിത്ഷായുടെ വസതിയിൽ ചേർന്നിരുന്നു. എന്താണ് തീരുമാനമെന്നറിയില്ല. ഏതായാലും നിർണായകമായ ചർച്ചകളും കൂടിയാലോചനകളും ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നു, അധികാര കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. എന്ത് സംഭവിക്കുമെന്നതൊരു വ്യക്തതയില്ല. പക്ഷേ ഇപ്പോഴും സമരം അതിശക്തമായി തന്നെ തുടരുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഉടൻ തന്നെ ഒരു ചർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാധു. യെസ്, അതിനൊപ്പം മുബഷീർ പി അക്ബർ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീർ, FIRകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, നിയമ നടപടികളും ഈ പ്രൊട്ടസ്റ്റേഴ്സിന് എതിരെ ഉണ്ടാകുന്നു എന്നത് ഇതിന്റെ സമാന്തരമായി തന്നെ നടപ്പിലാകുന്നുണ്ട് എന്നുള്ളതാണ്. 100 കണക്കിന് ആളുകളാണ്, നേരത്തെ അതിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 100 കണക്കിന് ആളുകളാണ് ഈ ജന്തർ മന്ദറിലേക്ക് ഓൺലൈനായി ഫുഡ് ഡെലിവർ ചെയ്യുന്നത്. പുറത്തുനിന്ന് അടക്കം വരുന്ന ഓർഡറുകളാണ് എന്നതുകൂടി വ്യക്തമാവുകയാണ്. അതായത് വലിയ തോതിലുള്ള പിന്തുണ നേരിട്ടും അല്ലാതെയും ഈ പ്രതിഷേധക്കാർക്ക് കിട്ടുന്നു. തീർച്ചയായും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ സമരക്കാർക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും ഈ പ്രതിഷേധക്കാർക്ക് പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾ വഴി വ്യാപകമായിട്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സമരത്തിന് പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ സമരത്തിന് തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്നൊരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മളോടൊപ്പം ചേരുന്നത്. മാഡം, യുവർ നെയിം, വൈ ആർ യു അറ്റൻഡിങ്, വാട്ട് ഈസ് യുവർ ഇന്റൻഷൻ in participating in this program? My name is Kalash. I'm student of Delhi University, and we just asking accountability from the Prime Minister, Mr. Prime Minister. We chose them, not they choose us. So we just want accountability that they should not keep silent. They should answer something, at least something. So we are just waiting. Students and Mr. Sonam Wangchuk, these are protesting from. You guys are demanding the resignation of the education minister, right? We are demanding the resignation of Mr. Dharmendra Pratap Singh. In the resignation, you guys are continue the protest. Yeah, it's not about just education. It's about the whole system. Because if we see, our education system is spoiled,
our health system is spoiled. So there is nothing better in our country. അതാണ് മാധു, അത്തരത്തിൽ വിദ്യാർത്ഥികൾ അവരുടെ അത്തരത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്. കേവലം വിദ്യാർത്ഥികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് രാജ്യത്തെ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്, യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നമാണ്. തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കൾ, അതോടൊപ്പം തന്നെ യുവതികളെ ഉൾപ്പെടെ കർഷകരെ ഉൾപ്പെടെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഒരു പരിഹാരം വേണം. ആ പരിഹാരത്തിന് വേണ്ടിയുള്ള സമരമാണിതെന്നുള്ളവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള ഗാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ആലപിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പ്രതിഷേധക്കാർ അത് ചേർത്ത് പാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ പതിപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടിയുള്ള പ്രതിഷേധ സമരം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് JP മുദ്രാവാക്യം വിളികളോടുകൂടി, അംബേദ്കർ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇവർ വളരെ കൃത്യമായിട്ടും ഇവിടെയുള്ള ഗോദി മീഡിയാസ് എന്ന് അവരുടെ ഈ നിലവിലുള്ള സംവിധാനത്തെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മീഡിയാസിനെ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം, സംഘടനാ രീതിയിലൂടെ തന്നെയാണ് ഈ പ്രതിഷേധ സമരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വിശേഷം കഴിഞ്ഞ ദിവസം അദ്ദേഹം പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരവേദിയിലെത്തി സമരക്കാരോടൊപ്പം പ്രതിഷേധം നയിച്ചത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്